ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനൂസ് കിച്ചൺ. നമ്മളെല്ലാവരും നോമ്പിന് ഓരോരോ ഐറ്റംസ് ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കും അല്ലേ. ഇപ്പൊ നമ്മൾ ഇന്ന് റെഡിയാക്കി എടുക്കാൻ പോകുന്നത് വെജ് സമൂസയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പൊ വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മസാലയാണ് നമ്മൾ ഇതിലേക്ക് റെഡിയാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ഫുള്ള് കാണുക കേട്ടോ. അപ്പൊ നമ്മൾ അടിപൊളിയായിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ള വെജ് സമൂസയാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മൾ അതിനായിട്ട് ആദ്യം ചെറിയൊരു ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ചെറിയൊരു ക്യാരറ്റ്, 2 ഉരുളക്കിഴങ്ങ്, പിന്നെ നമ്മൾ ഗ്രീൻ പീസ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതെല്ലാം നമ്മൾ ചെറുതായിട്ടാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. ഇതെല്ലാം നമുക്ക് കുക്കറിലേക്ക് ഇട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് നമ്മൾ ഗ്രീൻ പീസും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ബീറ്റ്റൂട്ടും എല്ലാം ഒന്നിട്ട് അതിലേക്ക് ഇട്ട് വേവിക്കാനായിട്ട് കൊടുക്കുകയാണ്. അപ്പം നിങ്ങളുടെ ഗ്രീൻ പീസ് ഇല്ലാന്നുണ്ടെങ്കിൽ വിട്ട് കളയാം. നമ്മളിപ്പം പിന്നെ ഗ്രീൻ പീസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ വെള്ളവും കൂടി ഒഴിച്ച് നമുക്കൊന്ന് വേണം. നമ്മൾ ഇതിനായിട്ട് ഫ്രോസൺ ഗ്രീൻ പീസ് ആണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് പെട്ടെന്ന് കുക്കായി കിട്ടും കേട്ടോ. അപ്പൊ നമ്മൾ സാധാ ഗ്രീൻ പീസ് ആണ് എടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കുതിർത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കേണ്ടി വരും. ഇപ്പൊ നമ്മളുടെ ഇത് വേവാനായിട്ട് വെച്ചിരിക്കുന്ന ടൈമിൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാലകൾ റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പൊ അതിനായിട്ട് നമ്മളിവിടെ 2 സവാള എടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള 2 സവാള നല്ല സ്ലൈസ് ചെയ്ത് തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമുക്ക് ഈ സവാളയും കിട്ടുന്നത് വഴറ്റിയെടുക്കണം. പിന്നെ നമ്മൾ ഒരു പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കണം. ഇത് രണ്ടും കൂടി നമുക്ക് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കണം. നമുക്കിപ്പോ ഈ ഒരു വെജ് സമൂസയുടെ ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാൻ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ ചെറുതായിട്ട് ആണ് നമ്മൾ വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഉള്ളി വഴറ്റി എടുക്കുന്ന സമയം മതി നമുക്ക് വെജിറ്റബിൾസും പെട്ടെന്ന് റെഡിയാക്കി കിട്ടാൻ. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 2 അല്ലി, ചെറിയ 2 അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഈ ഒരു പീസ് ഇഞ്ചിയാണ് വളരെ ചെറുതായിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് നമുക്ക് ആവശ്യമില്ല. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇതും കൂടി ഒന്ന് വഴറ്റിയെടുത്ത് നല്ല സെറ്റ് ആയി വരുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിലേക്ക് ഒരുപാട് പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. അതിന്റെ ഒരു പച്ചമണം മാറുമ്പോൾ നമ്മൾ അതിലേക്ക് തന്നെ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഈ നമ്മൾ ഇതിലേക്ക് മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഒരു മസാലയ്ക്ക് നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾക്കിപ്പം മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒക്കെ ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഒരു 1/2 ടീസ്പൂണിനടുത്ത് മാത്രം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഓൾറെഡി ഇതിനകത്ത് ഒരു പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് വേണം നമ്മൾ എരി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം മുളക് പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണം. ആ ഒരു രീതി ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും പൊടികൾ മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾക്ക് വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ വെജിറ്റബിൾസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതിന്റെ പച്ചമണം മാറിയതിനു ശേഷമാണ് നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുക്കേണ്ടത്. പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്ത് മാറിയതിനു ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുമ്പോഴത്തേക്കും ഇതിലേക്ക് വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് പറ്റിയിട്ട് ഇത് നല്ലൊരു മസാലയായിട്ട് കിട്ടും കേട്ടോ. അപ്പൊ ഈ നല്ലൊരു മണമാണ് ഈ ഒരു മസാലയ്ക്ക് കേട്ടോ. ഈ ഒരു വെജ് മസാലയ്ക്ക് നല്ലൊരു മണമാണ്. നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും പൊടി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് കുറച്ച് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കട്ടെ. അപ്പം നമുക്ക് ഒരുപാട് എരിയൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു കുരുമുളക് പൊടിയും അതുപോലെ തന്നെ പച്ചമുളകും മാത്രമേ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്യാം. കാരണം ഇത് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മളുടെ സമൂസ ലീഫാണ് എടുത്തിട്ടുള്ളത്. സമൂസ ലീഫ് നമ്മൾ ഓൾറെഡി കടയിൽ നിന്ന് വാങ്ങിയതാണ്. ഇനി പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള മൈദമാവ് കുറച്ച് നമ്മൾ വെള്ളത്തിലൊന്ന് കലക്കി എടുത്തിട്ടുള്ളതാണ്. ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി. അപ്പൊ നമ്മൾ ഇതിനൊക്കെ ഓരോ സമൂസ ലീഫും ഇതിൽ നിന്ന് ഇളക്കിയെടുത്ത് നമുക്കതിനെ ഒന്ന് ഷേപ്പ് ആക്കണം. അതായത് നമ്മൾ ഇതൊരു കോൺ പോലെ സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് നമ്മുടെ ഈ ഒരു മസാല നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാലയും കൂടി ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ വീണ്ടും അതൊരു കോൺ ഷേപ്പിലേക്ക് തന്നെ മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലൊരു ട്രയാങ്കിൾ ഷേപ്പാണല്ലോ നമ്മുടെ സമൂസയുടേത്. ആ ഒരു രീതിയിലേക്ക് നമ്മളിത് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ എല്ലാം സെറ്റ് ചെയ്തെടുക്കുകയാണ്. ഓരോന്നും നമ്മൾ ഇതുപോലെ മടക്കി കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ, നമ്മൾ മൈദയുടെ ഒരു മിക്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു മിക്സും കൂടെ ഇങ്ങനെ സ്പ്രെഡ് ആക്കി കൊടുത്തിട്ട് നമുക്കിങ്ങനെ മടക്കി എല്ലാം സെറ്റ് ചെയ്തെടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ കൂടെയുള്ള ബെല്ലൈക്കൻ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്നാലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവർക്കും മാക്സിമം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ആക്കി കൂടെ കൊടുത്തേക്കാം കേട്ടോ. അപ്പൊ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നുപോലെ. അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാനും മറക്കരുത് കേട്ടോ.
ഇപ്പൊ നമ്മളെല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മളെല്ലാ സമൂസ ലീഫിലും നമ്മൾ മസാല ഫില്ല് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഒരു 12 സമൂസയ്ക്ക് ഉള്ളതായിരുന്നു നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മളിവിടെ ഓയിൽ ചൂടാക്കാനായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിട്ട് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പൊ ആദ്യം നമ്മൾ ഇൻഡക്ഷനിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളത് ഗ്യാസ് സ്റ്റൗവിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് ടെമ്പറേച്ചർ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്യാസ് സ്റ്റൗവിലേക്ക് മാറ്റി കൊടുത്തത്. കാരണം നമ്മുടെ സമൂസ ലീഫിന് ഒരുപാട് കട്ടിയില്ല, പെട്ടെന്ന് തന്നെ അത് ഇതായി കിട്ടും. പിന്നെ നമ്മൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് കടയിൽ വാങ്ങിക്കുന്ന ആ ഒരു കളറിലേക്ക് ഇത് പോകില്ല കേട്ടോ. അതെന്ന് വെച്ചാൽ ഒരുപാട് ഫ്രൈ ചെയ്തിട്ടുള്ള എണ്ണയാണല്ലോ, ആ എണ്ണയുടെ ഒരു കളർ ചേഞ്ച് ആണ് നമ്മുടെ സമൂസയിൽ ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ വീട്ടിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അത്രയും ഡാർക്കായി പോകില്ല. നമുക്ക് ഈ ഒരു ടൈമിൽ തന്നെ അത് കോരിയെടുക്കാം. ഒരുപാട് ഡാർക്ക് ആക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ സമൂസ ലീഫ് എന്ന് പറയുന്നത് വളരെ തിന്നാണ്, പെട്ടെന്ന് തന്നെ നമുക്കത് ഫ്രൈ ആയി കിട്ടും. അപ്പം നമുക്ക് ഒരുപാട് ടൈം ഇട്ടതിന് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ കളർ ചേഞ്ച് ആയി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പൊ നമ്മൾ എല്ലാ സമൂസയും നമ്മളിവിടെ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു എണ്ണ തോരാനായിട്ടാണ് ഈ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ സമൂസ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ.